ഹായ് മച്ചാമാരെ, അനന്തുവാണേ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അൺസ്കിൽഡ് ജോബിനെ കുറിച്ചാണ്. ഈ ജോബിൽ നമ്മൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണം അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു അൺസ്കിൽഡ് വേക്കൻസിയിൽ നിങ്ങളൊരു ഏജൻസി സമീപിച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കൊടുക്കുകയാണ് ക്ലീനിങ് ജോബിന്, നിങ്ങൾ ഒരു ഏജൻസി സമീപിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അതിന് സെലക്ട് ആയതിനു ശേഷം നിങ്ങൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക. അതായത് ക്ലീനിങ് ജോബിനെ കുറിച്ചിട്ട് നിങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കുക. അതായത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇപ്പം അൺസ്കിൽഡ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കയറി വരുന്ന ഒരു വേക്കൻസിയാണ്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇൻ്റർവ്യൂ കാണും. അതായത് എംബസിയിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. കമ്പനികൾ ചിലപ്പോൾ ഇൻ്റർവ്യൂ വെക്കും. ഇൻ്റർവ്യൂ എടുത്ത് അറ്റൻഡ് ചെയ്ത് ആ ഇൻ്റർവ്യൂയുടെ റിസൾട്ട് നോക്കിയിട്ടാണ് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ജോബിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ അത് മനസ്സിലാക്കണം ഞാൻ തീർച്ചയായിട്ടും പറയുന്നത്, നമ്മൾ നാട്ടിലിപ്പം പല ക്വാളിഫിക്കേഷനുള്ള നല്ല ക്വാളിഫിക്കേഷനുള്ള ആളുകളുണ്ടാവും. അപ്പം നിങ്ങൾ ചെറിയ, അതായത് അൺസ്കിൽഡ് പരമായിട്ടുള്ള ജോലികളെന്ന് പറഞ്ഞാൽ കുറച്ച് ഹാർഡായിട്ടുള്ള ജോലികൾ ഉണ്ടാവും. അതിലിപ്പം ഉദാഹരണം വെയർ ഹൗസിൽ ചിലപ്പം കുറച്ച് ഹാർഡായിട്ടുള്ള ജോബ് ഉണ്ടാവും. ഇപ്പം പാക്കിങ് പറയുകയാണെങ്കിൽ, ഇപ്പം പാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് എളുപ്പമായിരിക്കും, നമുക്ക് സുഖമായിട്ട് നിന്ന് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ചിലപ്പോൾ 12 അവർ ഡ്യൂട്ടിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം ചിലപ്പോൾ നിൽക്കേണ്ടി വരും. നിന്നിട്ട് വേണം ഇത് പാക്ക് ചെയ്യാൻ. പാക്ക് ചെയ്യുന്നത് ചിലപ്പോൾ വലിയ വലിയ പ്രോഡക്റ്റുകളായിരിക്കും, വലിയ കമ്പനി ആയിരിക്കാം. ഇപ്പോൾ ക്ലോത്തിങ് തന്നെ നിങ്ങൾ വിചാരിക്കും പാക്കിങ്ങിൽ നമുക്കൊരു ഡ്രസ്സ് മടക്കാൻ പോലെ ഡ്രസ്സ് പാക്ക് ചെയ്ത് വെച്ചാൽ. പക്ഷേ അങ്ങനെയല്ല. പല പല വെയർ ഹൗസ് ഉണ്ട്. പല വെയർ ഹൗസിലും പല പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ പാക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്പനി, നിങ്ങൾക്ക് കിട്ടുന്ന കമ്പനി വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡ്രസ്സ് പാക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്താൽ. അങ്ങനെയല്ല. വെയർ ഹൗസ് എന്ന് പറയുമ്പോൾ അവിടെ ആ കമ്പനി ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ആ കമ്പനിയിൽ എന്താണ് പ്രോഡക്റ്റ് പാക്ക് ചെയ്യേണ്ടി വരുന്നത് മനസ്സിലാക്കുക. വലിയ ഹെവി ആയിട്ടുള്ള പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പാക്ക് ചെയ്യാനൊക്കെ കുറച്ച് ഹെവി ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വെയിറ്റ് പൊക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ജോബിനെ കുറിച്ച് പൂർണ്ണ വ്യക്തത വരുത്തിയിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഈ അൺസ്കിൽഡ് പരമായിട്ടുള്ള ജോലികൾ നാട്ടിലൊക്കെ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പം അവരൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വലിയധികം ബുദ്ധിമുട്ട് പിന്നെ ഉണ്ടാവും. അതായത് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല, ഒരു വ്യക്തിയല്ല. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും യൂറോപ്പിൽ വരണമെന്ന ആഗ്രഹത്തിലാണ് നിങ്ങളിത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ടും ഈ ഒരു ജോബ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർ. പൊതുവേ യൂറോപ്പ് എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു രാജ്യത്ത് ഉള്ളത്. പിന്നെ നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ട് അതിലും കുറച്ച് ഫാസ്റ്റായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ എടുക്കുന്ന ജോബിനെ കുറിച്ച് നിങ്ങൾ പരമാവധി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ജോബിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും കയറി വരാനുള്ള ഒരു രീതിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നമുക്ക് അൺസ്കിൽഡ് ജോബിൽ നമുക്ക് വരാൻ കഴിയും. വരാൻ പറ്റായ്മയൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളൂ, ജോബ് എക്സ്പീരിയൻസ്, അതായത് നല്ല ഹാർഡായിട്ടുള്ള കുറച്ച് നാട്ടിലുള്ള നല്ല ജോലികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് അൺസ്കിൽഡ് ജോലി എടുക്കാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ പഠിച്ച കോഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാക്സിമം ആ ഒരു ജോബിലേക്ക് തന്നെ വരിക. ഓക്കെ, പിന്നെ അൺസ്കിൽഡ് ജോബിൽ വന്ന് കഴിഞ്ഞ് നമുക്ക് വേറെയുള്ള കമ്പനികൾ, അതായത് നിങ്ങളുടെ കറക്റ്റ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് മാറാനും കഴിയും. അത് നമുക്ക് ഇവിടെ വന്ന് നമുക്ക് പല പല കമ്പനികളായിട്ട് നമുക്കത് കോൺടാക്റ്റ് സ്വാഭാവികമായിട്ട് വരും. ഓക്കെ, ഇവിടെ ഒരുപാട് മലയാളികളുണ്ട്. പോളണ്ടിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് മലയാളികളുണ്ട്. നമ്മൾ എംബസിയിൽ പോകുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ നിങ്ങൾ ഹൗസ് കീപ്പിങ്ങിനെ നിങ്ങൾ എടുക്കുകയാണ്, അൺസ്കിൽഡ് ഹൗസ് കീപ്പിങ്ങിന് ഒരു വേക്കൻസി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതായത് ഏത് ജോബാണോ അതിനെക്കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യുക. ഹൗസ് കീപ്പിംഗ് ജോബ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്, എംബസി ക്വസ്റ്റ്യൻ ഡീറ്റെയിൽസ് നിങ്ങൾ അടിച്ചു കൊടുക്കുക. ഇതേ ഇപ്പം പെയിൻറ്റിങ് ജോബ് ആണെങ്കിൽ, അല്ലെങ്കിൽ ക്ലീനിങ് ജോബാണ്, ഹെൽപ്പർ ജോലിയാണെങ്കിൽ ഹെൽപ്പറിനെ കുറിച്ചുള്ളത് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ ക്വസ്റ്റ്യൻസ് എടുക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ആയിരിക്കും ആ ക്വസ്റ്റ്യൻസ് പഠിക്കുക. അപ്പം നമ്മൾ എംബസിയിൽ ചോദിക്കുന്നത് മലയാളത്തിലായിരിക്കും, ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ വർക്ക് ചെയ്യുന്നു, എന്തൊക്കെ നിങ്ങൾക്ക് ഹെൽപ്പറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, അങ്ങനെയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അവർക്ക് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവണം ഈ ജോബ് നിനക്ക് അറിയാം, ഈ ജോബ് അവന് ചെയ്യാൻ അറിയാം എന്നുള്ളൊരു തോന്നലുണ്ടാവണം. കാരണം വിസ റിജക്റ്റ് ചെയ്യാൻ അൺസ്കിൽഡിൽ ഭയങ്കര സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസൊക്കെ പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വെച്ചിട്ട് പോവുക. അപ്പം ഓക്കെ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമുക്കിനി മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അൺസ്കിൽഡ് ജോബിൽ
നമുക്ക് എങ്ങനെ ഒരു ഏജൻസിയെ കണ്ടുപിടിക്കാം, നല്ലൊരു ഏജൻസിയെ കണ്ടുപിടിക്കാം, നല്ലൊരു വേക്കൻസിയൊക്കെ നമുക്ക് എങ്ങനെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം അതിനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇപ്പോൾ ഗവൺമെൻറ് ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികളുണ്ട്, ആ റിക്രൂട്ടർ വഴി നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് അത് നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ജസ്റ്റ് വാച്ച് ചെയ്ത് നോക്കിയിട്ട് ആ ഏജൻസികളെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏജൻസിയാണ് അത് ചൂസ് ചെയ്യാം. ലൈസൻസ്ഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. അപ്പോൾ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് പോവുമോ അല്ലെങ്കിൽ ഫോണിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം ഡയറക്റ്റ് തന്നെ പോകാൻ ശ്രമിക്കുക. എന്നിട്ട് ആ ഓഫീസിൽ ചെന്നിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം പറഞ്ഞിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക. പിന്നെ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് പരിസരമൊക്കെ അവരുടെ ഡീറ്റെയിൽസ് കൂടുതലായിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തുള്ള ആളുകളോടൊക്കെ ചോദിക്കുക, ഈ ഏജൻസി എത്ര വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്, ഏജൻസി വഴി ആരെങ്കിലുമൊക്കെ പോരുണ്ടോ, അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസൊക്കെ വാങ്ങാൻ ശ്രമിക്കുക. എന്നിട്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഒരു ഏജൻസി എടുത്തു ചാടി ഒരാളും പൈസ കൊടുക്കാതെ നമ്മൾ ഏജൻസിയെ കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കുക. നാട്ടിൽ നിന്ന സമയത്ത് മനസ്സിലാക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെറിയ രീതിയിൽ കമ്പ്യൂട്ടർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ഫീൽഡിലൊന്നും നമുക്ക് ജോലി കിട്ടത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കിട്ടിയ വേക്കൻസി അൺസ്കിൽഡ് ഒരു വേക്കൻസിയിലാണ് ഞാനും കയറി വന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് തന്നെ. എനിക്ക് അൺസ്കിൽഡ് വേക്കൻസിയിലാണ് ഞാൻ വന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് നല്ല പോലെ ഉണ്ട്. ഞാൻ ഡൽഹിയിൽ പോയായിരുന്നു, ഡൽഹിയിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവർ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഞാൻ മുന്നേ ജോലി ചെയ്തിട്ടുണ്ടോ, ഇന്ത്യക്ക് പുറത്തെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ, എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ജോലി ചെയ്തിട്ട് കൂടിയില്ല. അൺസ്കിൽഡ് എന്ന് പറയുന്നൊരു ജോലി ഞാൻ നാട്ടിൽ, അതായത് ഹൗസ് കീപ്പിംഗ് ആയിരുന്നു ഞാൻ എടുത്തത്. ഞാനത് ചെയ്തിട്ട് കൂടിയില്ല. എനിക്ക് ആ വർക്ക് അറിയത്തുമില്ല, ഞാനത് പഠിച്ചിട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഞാൻ +2 ആയിരുന്നു, +2 ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. പിന്നെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ മലയാളം ടൈപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കമ്പ്യൂട്ടർ ISM സോഫ്റ്റ്വെയറിൽ. അപ്പം ഇതായിരുന്നു എൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു അൺസ്കിൽഡ് വേക്കൻസിയിൽ വന്നപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരുപാട് ആളുകൾ ചോദിക്കുന്നതാണ് എൻ്റെ അടുത്ത്, അൺസ്കിൽഡ് വേക്കൻസിയിൽ എങ്ങനെ വരാൻ പറ്റും, എന്ത് ജോബ് എടുക്കാൻ പറ്റും. അപ്പം പലരും പറയുന്നത് വെയർഹൗസ് ജോബ് അൺസ്കിൽഡ് ആണ്, അതിൽ നമുക്ക് ചാൻസ് കിട്ടുമോ. ഇപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ പോളണ്ടിലാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അൺസ്കിൽഡ് വെയർഹൗസിൽ തന്നെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങളതിപ്പോൾ ക്ലീനിങ്ങോ അല്ലെങ്കിൽ കിച്ചൺ ഹെൽപ്പറോ അല്ലെങ്കിൽ ഊബർ ഡെലിവറി ജോബോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾ എടുത്ത് വരിക. പോളണ്ട് എന്ന് പറയുമ്പോൾ അതൊരു കടലായിട്ട് കിടക്കുകയാണ്. നമുക്ക് കമ്പനികൾ നമുക്ക് ഒരുപാട് കിട്ടും. പിന്നെ ജോലി കണ്ടുപിടിക്കേണ്ടതും ഒരു കമ്പനി മനസ്സിലാക്കണം, ആ കമ്പനി എടുക്കേണ്ടതൊക്കെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം അത്ര എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല. പോളണ്ട് എന്ന് പറയുമ്പോൾ അത്ര എളുപ്പമല്ല. കാരണം കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഡിലേ വരുന്നുണ്ട്. TRC കാർഡ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാലറി കാര്യങ്ങളൊക്കെ കമ്പനി എന്താണ് പറയുന്നത് അത് പക്കയായിട്ട് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വർക്ക് എന്ന് പറയുന്നതും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചില കമ്പനികൾ 10 മണിക്കൂർ 12 മണിക്കൂർ, ചില കമ്പനി 8 മണിക്കൂർ, അങ്ങനെ 3 ഷിഫ്റ്റ് ആയിട്ടൊക്കെ ടൈമുകൾ കാര്യങ്ങളുണ്ട്. ചില കമ്പനിയിൽ 12 മണിക്കൂർ മാത്രമായിരിക്കും. നമുക്ക് കിട്ടുന്ന കമ്പനി നല്ലതാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടന്നു പോകും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പിന്നെ കുറച്ചൊക്കെ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക, നല്ല നല്ല കമ്പനികൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഞാൻ മുന്നേ വർക്ക് ചെയ്തത് ഒരു വെയർഹൗസിലായിരുന്നു. വെയർഹൗസിൽ വർക്ക് ചെയ്തു. ആ വെയർഹൗസിൽ നിന്ന് ഞാൻ ഇറങ്ങി 2-3 മാസം ഞാൻ വർക്ക് ചെയ്തു, അത്രയേ ഉള്ളൂ. വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോൾ പുതിയൊരു സ്ഥലത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്ഥലം, ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. പോളണ്ടിൽ തന്നെ ടെസ്ക്വാ എന്ന് പറയുന്നൊരു പ്ലേസിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയും ഒരു വെയർഹൗസ് ജോബിൽ തന്നെ ഞാൻ കയറി. നമ്മുടെ ഹാർഡ്വെയർ മദർ ബോർഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു വെയർഹൗസാണ്. ഈ നമ്മുടെ കാറിൻ്റെയൊക്കെ ചാർജർ ഉണ്ടാക്കുമല്ലോ, വലിയ ചാർജർ, ഇലക്ട്രിക് ചാർജർ, അതൊക്കെ ഉണ്ടാക്കുന്ന ഒരു അത്യാവശ്യം വലിയ ഇത് തന്നെ, ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ്. ഫ്ലെക്സ് എന്ന് പറയും. നമ്മുടെ ഇന്ത്യയിൽ 3-4 കമ്പനികളുണ്ട് ഇവർക്ക്. അപ്പോൾ ആ ഒരു കമ്പനിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അടിപൊളിയാണ് കമ്പനി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടുത്തെ രീതികളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അവിടുത്തെ കോർഡിനേറ്റർമാരാണെങ്കിലും നമ്മുടെ ടീം ലീഡേഴ്സ് ആണെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അവിടുത്തെ ടീം ലീഡർ എന്ന് പറയുന്നൊരു ശിവ എന്ന് പറയുന്നൊരു ബ്രോയാണ്. പുള്ളി തമിഴ്നാടാണ്. പുള്ളി അടിപൊളിയാണ്, സൂപ്പറാണ്. എല്ലാവർക്കും വെയർഹൗസിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളീനെ. പുള്ളീൻ്റെ അടുത്താണ് നമ്മൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുന്നത്, സംസാരിക്കുന്നതും. ഭയങ്കര റെസ്പെക്റ്റാണ് എല്ലാവർക്കും പുള്ളിയോട്. അപ്പം അതുപോലെയാണ് നമുക്ക് എവിടെ ചെന്നാലും നമുക്കൊരു മലയാളി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു നോർത്ത് ഇന്ത്യനോ ഉണ്ടായിരിക്കും. അതാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ മച്ചാമാരെ. അപ്പോൾ ഇനി ഞാൻ റൂമിലോട്ട് പോവുകയാണ്.
ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടയിൽ കമൻറ്റായിട്ട് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് ഇടുക. അതിനുള്ള റിപ്ലൈ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ തരും. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് ഞാൻ എന്തായാലും റിപ്ലൈ തരും. www.emigrate.gov.in ഈ ഒരു സൈറ്റ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കാണാം ഇവിടെ ഒരു ഫയൽ കാണിക്കുന്നുണ്ട്, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡൗൺലോഡ് പേജ് കാണിക്കും. ഡൗൺലോഡ് തന്നെ നമ്മുടെ ഒരു PDF ഓപ്പണറിൽ അത് ഓപ്പൺ ചെയ്യുക. അതായത് ആ ഒരു ഫയൽ, അതായത് നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ത്യയിലും മൊത്തത്തിൽ ലൈസൻസ് ഉള്ള ഏജൻസിയുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് കാണിക്കും. ഇതിനകത്ത് ഇന്ത്യയിൽ വരുന്ന എല്ലാ ഏജൻസീസും, ലൈസൻസ് ഉള്ള ഏജൻസീസും മാത്രമേ ഇതിനകത്ത് കാണിക്കത്തുള്ളൂ കേട്ടോ. എന്ന് കേരളത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. പാലക്കാട് കണ്ടില്ലേ, പാലക്കാട് കാണിക്കുന്നുണ്ട്. അതുപോലെ പത്തനംതിട്ടയിലുള്ള ഓഫീസ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ട്രാവൽ ഏജൻസീസ് ആണ്, ലൈസൻസ് ഉള്ള ട്രാവൽ ഏജൻസീസ് ആണ്. ട്രിവാൻഡ്രത്തുള്ളതുണ്ട്.